ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. 4 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ പിടിച്ച തക്കാളിയാണ്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി, കറിവേപ്പില. ഇത് ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പം ദാണ്ടെ ഉള്ളിയൊക്കെ കഴുകിയെടുത്ത് എന്നിട്ട് ഞാൻ ഉള്ളിയെല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക. 4 ഉള്ളിയും ഞാനങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചുള്ളി എടുത്ത് കൊച്ചുള്ളിയെല്ലാം പൊളിച്ച് വെച്ച് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കാൻ വേണ്ടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇടുകല്ലി ഇട്ട് ഇടിച്ച് പേസ്റ്റാക്കി എടുക്കാം. അങ്ങനെ നമുക്കിതാ നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മുളക് ഞാൻ 2ആയിട്ട് കീറിയിട്ട് തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചു. പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇടാൻ പോവുക. എണ്ണ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. അങ്ങനെ കടുകെല്ലാം പൊട്ടി വന്നു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി അതിലേക്ക് തട്ടി കൊടുക്കാം. ഇനി അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വഴണ്ടു വന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഇത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാം. ഇനി ചിക്കൻ എല്ലാം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പിലേക്ക് എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം ഇട്ട് നല്ല രീതിക്ക് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും നേരത്തെ എടുത്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനിലേക്ക്. എന്നിട്ട് ഇത് നല്ല രീതിക്ക് ഇളക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേ വേണ്ട, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് ഇത് അടച്ചു വെക്കാം. ഇനി നമ്മളൊരു തേങ്ങ എടുത്ത് അത് ചുട്ടെടുക്കുക. ഇത് ചുട്ടെടുത്തതിന് ശേഷമല്ല, എന്നിട്ട് ഇത് മിക്സിയുടെ ജാറി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാൻ അരച്ചപ്പോൾ കുറച്ച് നല്ല അരഞ്ഞു പോയി, അത്ര അരയണ്ട. എന്നിട്ടിത് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തിളച്ചുകൊണ്ടിരിക്കുക. ഇതിനി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക. ഇത് ഇറക്കി വെച്ചതിന് ശേഷമുള്ളതാണ്. ഇനി കുറച്ച് ചോറ് പോയിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഗൈസ് നമ്മളെ ചോറും ചിക്കൻ കറിയും അവിടെ റെഡി ആയിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. നല്ലൊരു വിഭവം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യും. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.